السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലങ്ങളിലായി ലോകത്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി അറിയിച്ച ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. അത്തരം കാര്യങ്ങളെ 3 വിഭാഗമായി തിരിക്കാം. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം നമ്മളുടെ ഈ കാലത്തിന് മുമ്പ് സംഭവിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ. മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം സംഭവിച്ച ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ. മറ്റു ചില കാര്യങ്ങൾ ഇതുവരെ സംഭവിച്ചിട്ടില്ല, നമ്മളുടെയും ശേഷമുള്ള ഒരു തലമുറയിൽ അല്ലെങ്കിൽ ഒരു കാലത്ത് സംഭവിക്കാനുള്ള കാര്യങ്ങൾ. ആദ്യത്തെ വിഭാഗത്തിൽപ്പെട്ട കുറേയേറെ സംഭവങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാം. അഥവാ റസൂലിൻ്റെ കാലശേഷം സംഭവിച്ചതും നമുക്ക് മുമ്പായി സംഭവിച്ചു കഴിഞ്ഞുപോയതുമായ കാര്യങ്ങൾ. അതിലൊന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂത്താനുൻ യഅഖുദു ഫീകും കഖുആസിൽ ഗനം. വ്യാപകമായ മരണം നിങ്ങളിൽ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, കഖുആസിൽ ഗനം, ആടുകൾക്കുണ്ടാകുന്ന ഒരു പ്രത്യേകതരം രോഗമാണ് അവിടെ ഒരു ഉദാഹരണമായി റസൂൽ പറഞ്ഞത്. ആടുകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു രോഗം, പെട്ടെന്ന് തന്നെ ആടുകൾ മരണപ്പെട്ടു പോവുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ രോഗം പിടിപെട്ട ഉടനെ തന്നെ മൃഗങ്ങൾ മരണപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക രോഗമാണ് അറേബ്യൻ നാടുകളിൽ നിലനിന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത്തരത്തിലുള്ള രോഗം നിങ്ങൾക്ക് വ്യാപകമായി പിടിപെടുന്ന ഒരു സന്ദർഭം വരാനുണ്ട് എന്നാണ്. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഹിജറ 18-ാമത്തെ വർഷം അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് 8 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സിറിയയിലാണ് ഈ സംഭവം നടന്നതെന്നാണ്. വ്യാപകമായ പ്ലേഗ് അവിടെ പടർന്നു പിടിക്കേണ്ടായി. ബൈത്തുൽ മുഖദ്ദസിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അംവാസ് എന്ന സ്ഥലത്താണ് ഈ രോഗം ആദ്യമായി കണ്ടത്. അതുകൊണ്ട് ഇതിന് താഊനുൽ അംവാസ് എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുക. ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെയാണ് അറിയപ്പെടുക. മഹാന്മാരായ സഹാബാക്കൾ ഷാമിൽ ഉള്ള സന്ദർഭത്തിലാണ് ഈ രോഗം പിടിപെടുന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ സഹാബാക്കളുടെ വലിയ ഒരു സംഘം ഷാമിലുണ്ടായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഈ രോഗം പിടിപെട്ടത്. 25,000 സഹാബാക്കൾ ഈ രോഗത്തിൽ മരണപ്പെട്ടു എന്നാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ആ സമയത്ത് ഷാം വ്യാപകമായി ഒരു മുസ്ലിം രാജ്യമല്ല, എന്നാൽ സഹാബാക്കളുടെ വലിയൊരു സംഘം അവിടെയുണ്ട്. അങ്ങനെ പുറത്തുനിന്ന് പോയി അവിടെ താമസിക്കുന്ന സഹാബി സംഘങ്ങളിൽ നിന്ന് തന്നെ 25,000 പേര് ഈ വ്യാപകമായ രോഗത്തിൽ മരണപ്പെട്ടു എന്ന് കാണാം. മഹാനായ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, അതുപോലെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, ഫളൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങി പ്രഗത്ഭരായ പല സഹാബാക്കളും ഈ രോഗം ബാധിച്ചു മരണപ്പെട്ടവരാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. വ്യാപകമായി രോഗമുണ്ടായി എന്നും അതൊന്ന് ശമനമായി എന്നും അറിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്നും യാത്രയായി ആ നാടിൻ്റെ നിജസ്ഥിതികൾ കണ്ടറിഞ്ഞ് അവിടുത്തെ ജനങ്ങൾക്ക് ആശ്വാസം നൽകണമെന്ന ഉദ്ദേശത്തിൽ മദീനയിൽ നിന്നും ഷാമിലേക്ക് യാത്രയായി. വഴിമധ്യത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, രോഗം പൂർണ്ണമായും നാട്ടിൽ നിന്നും മാറിയിട്ടില്ല എന്ന് മാത്രമല്ല, രോഗം ശക്തമായി വീണ്ടും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരം അറിഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു വഴിയിൽ വെച്ച് വിവരം അറിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സഹാബാക്കളെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു മുഷാവറ നടത്തി, ഒരു യോഗം നടത്തി. എന്താണ് വേണ്ടത്? ഒരു നാട്ടിൽ വ്യാപകമായി രോഗം പടർന്നു പിടിക്കുന്ന സമയത്ത് നാം ഇനി അങ്ങോട്ട് പോകുന്നതാണോ ശരി? ആ നാട്ടിലെ ജനങ്ങളുടെ, നമ്മുടെ സഹോദരങ്ങളുടെ വിവരങ്ങൾ അറിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറപ്പെട്ടത്.
എന്നാലും ആ നാട്ടിലേക്ക് ഇനി നമ്മൾ പോകേണ്ടതുണ്ടോ, എന്താണ് നമ്മൾ എടുക്കേണ്ടുന്ന നിലപാട് എന്നറിയാൻ സഹാബാക്കളുടെ സംഘത്തെ ഒരുമിച്ചു. ചിലർ പറഞ്ഞു അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹു ഉദ്ദേശിക്കുന്നതാണ് ഈ ലോകത്ത് നടക്കുക, അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് പുറപ്പെടുകയാണ് വേണ്ടത് എന്ന് ചില സഹാബാക്കൾ അഭിപ്രായപ്പെട്ടു. മറ്റു ചിലർ പറഞ്ഞു അതല്ല, ഒരു നാട്ടിലൊരു പ്രശ്നം നിലനിൽക്കുമ്പോൾ പ്രശ്നത്തിലേക്ക് ചെന്ന് കയറുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബുദ്ധിയല്ല, അതുകൊണ്ട് മടങ്ങിപ്പോവുകയാണ് വേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു. ആ സമയത്ത് അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു വളരെ പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ വിശ്വസ്തൻ എന്ന് വിശേഷിപ്പിച്ച സഹാബിയാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാബാക്കൾ ഒരാളാണ്. അദ്ദേഹം ചോദിച്ചു, ഉമറെ, താങ്കൾ അള്ളാഹുവിൻ്റെ തീരുമാനത്തെ ഭയന്നിട്ട് ഓടുകയാണോ? നിങ്ങൾക്കൊരിക്കലും ഭൂഷണമല്ല ഈ മടങ്ങിപ്പോക്ക് എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയല്ല, അള്ളാഹുവിൻ്റെ ഒരു തീരുമാനത്തിൽ നിന്നും മറ്റൊരു തീരുമാനത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോവുകയാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ തീരുമാനങ്ങളൊക്കെ കഴിഞ്ഞ സമയത്താണ് മഹാനായ സഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ സംഘത്തിലേക്ക് വന്നത്. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ വിഷയത്തിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒരു വചനം കേട്ടിട്ടുണ്ട്. ആ വചനം ഇങ്ങനെയാണ്: എവിടെയെങ്കിലും ഒരിടത്ത് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതായിട്ട് അറിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പോകാൻ പാടില്ല എന്നും, സാംക്രമിക രോഗങ്ങൾ ഉള്ള നാട്ടിൽ നിന്നും താമസിക്കുന്നവർ മറ്റു നാടുകളിലേക്ക് പോകാൻ പാടില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെൻ്റെ ഓർമ്മയിലുണ്ട് എന്ന് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങൾ ബാധിക്കുന്ന സമയങ്ങളിൽ അത്തരം നാടുകളിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള ഹദീസ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് ആ സന്ദർഭത്തിലാണ്. ഏതായാലും ഈ സംഭവത്തോടനുബന്ധമായി ഇസ്ലാമിക സമൂഹത്തിൽ വലിയ ഒരു രോഗം പടർന്നു പിടിക്കുകയും മഹാന്മാരായ അനേകം സഹാബാക്കൾ ആ രോഗത്തിൽ മരണപ്പെടുകയും ചെയ്തു. പല സഹാബാക്കളും മരണത്തെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു എന്ന് ആ ഹദീസിൽ കാണാം. അത്താഊരു ഷഹാദത്തു കുല്ലി മുസ്ലിമിൻ, താഊൻ അഥവാ പ്ലേഗ് എന്ന് പറയുന്ന രോഗം മുസ്ലിമിൻ്റെ ഷഹാദത്താണ്, അതുകൊണ്ട് ഷഹീദിൻ്റെ കൂലി ലഭിക്കുന്ന കാര്യമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനത്തിൽ തന്നെ നമുക്ക് കാണാം. അതുകൊണ്ട് ഇതൊരു അവസരമാണ്, ഷഹാദത്ത് വരിക്കാനുള്ള അവസരമാണ്, അതുകൊണ്ട് ഈ നാട്ടിൽ നിന്നും പോകേണ്ടതില്ല എന്നവർ തീരുമാനിക്കുകയും അങ്ങനെ തന്നെയാണ് ഓരോ മുസ്ലിമും എടുക്കേണ്ടുന്ന നിലപാട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനം ഉദ്ധരിക്കപ്പെടുകയും ചെയ്തു. ഈ സമീപകാലത്ത് കൊറോണ വ്യാപിച്ചപ്പോൾ നമുക്കറിയും, പല നാടുകളിൽ നിന്നും ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അത് ലോകം മുഴുവൻ പടർന്നത്. ശരിക്കും ഏതോ ഒരു നാട്ടിലുണ്ടായ രോഗം ലോകം മുഴുവൻ വ്യാപകമായ ഒന്നായി മാറിയത് ആ നാട്ടിലെ ജനങ്ങൾ മറ്റ് പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്തപ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ എടുക്കേണ്ടുന്ന നിലപാട് വളരെ കൃത്യമായി പറഞ്ഞു. ഒരിടത്ത് ഇത്തരം രോഗങ്ങൾ പ്രചരിക്കുന്നു, വ്യാപിക്കുന്നു എന്നറിഞ്ഞാൽ ആ നാട്ടിലുള്ളവർ അവിടം വിട്ട് പുറത്തു പോകരുത്, ആ നാട്ടിലേക്ക് ആരും അങ്ങോട്ട് ചെല്ലുകയും ചെയ്യരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അങ്ങനെ വരുമ്പോഴായി ഇത്തരത്തിലുള്ള രോഗങ്ങൾ അവിടെ തന്നെ ആ പരിധിയിൽ തന്നെ നിൽക്കുള്ളൂ. ഈ രോഗം വ്യാപകമായി പല സഹാബാക്കളും മരണപ്പെട്ടു. മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു അവസാനം രോഗം ശക്തമായി പടർന്നു പിടിക്കുന്നത് കണ്ടപ്പോൾ ആ സംഘത്തിനോട് പറഞ്ഞു, സഹാബാക്കളുടെ സംഘത്തോട് പറഞ്ഞു, നിങ്ങൾ പലയിടത്തായിട്ട് ചിതറി താമസിക്കണം, ഒന്നായി താമസിക്കണം. അതുകൊണ്ട് ഓരോരുത്തരും സാധിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുക. മലയുടെ മുകളിലേക്കും മറ്റൊറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്കും, ജനവാസം ഇപ്പോൾ ഇല്ലാത്ത എന്നാൽ മാറി താമസിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ഓരോരുത്തരായി സംഘങ്ങളായി മാറണമെന്ന് അംർ ബിൻ ആസ് റളിയല്ലാഹു തആല പറഞ്ഞു. അങ്ങനെയാണ് ആ രോഗം നിയന്ത്രണ വിധേയമായത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഒരു കാലത്ത് നമ്മളൊക്കെ കേട്ടു അല്ലേ, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, അകലം പാലിക്കുക. മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു സത്യത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടപ്പിലാക്കിയ ഒരു കാര്യമാണത്. വ്യാപകമായി രോഗം പടരുന്നത് കണ്ടപ്പോൾ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരുമിച്ച് കൂടിച്ചേർന്ന് താമസിക്കാതെ പല സ്ഥലങ്ങളിലായി മാറി താമസിച്ചാൽ മാത്രമേ ഈ രോഗം നിയന്ത്രണ വിധേയമാവുകയുള്ളൂ എന്ന് പറയുകയും അങ്ങനെ രോഗം നിയന്ത്രണ വിധേയമാവുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം.
എന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് വ്യാപകമായ മരണം. ഒരു രോഗം കൊണ്ട് നിങ്ങളിൽ വ്യാപകമായ മരണമുണ്ടാകുമെന്ന് പറഞ്ഞു. ഹിജറ 18 അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ 8 വർഷം കഴിഞ്ഞപ്പോൾ ഷാമിൽ ഈ സംഭവം സഹാബാക്കൾ നേരിട്ട് അനുഭവിച്ചതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.